നമ്മൾ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചോ എന്നുള്ള വലിയ സംശയമായിരുന്നു. ഇപ്പോൾ ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടില്ലേ? സ്ഥിരീകരിക്കപ്പെട്ടു. നമ്മുടെ സൈന്യം തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസനീയമായി ഉപയോഗിക്കാവുന്ന മിസൈലുകളൊന്നാണ്. നമുക്കറിയാം വിയറ്റ്നാം, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നമ്മുടെ ബ്രഹ്മോസ് ഇന്തോനേഷ്യ ഒക്കെ നമ്മുടെ ബ്രഹ്മോസ് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ടെസ്റ്റ് ഫയറിലൊക്കെ നടത്തിയത് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഈ രാജ്യങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ അവരുടെ ഫത്ത എന്ന് പറയുന്ന ഫത്ത 2 നമുക്കെതിരെ ഉപയോഗിച്ചു. നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അവരുടെ പ്രൊജക്റ്റൈൽ വന്നപ്പോൾ തന്നെ ആകാശത്ത് വെച്ച് നമുക്ക് S-400 ആണോ അതോ ആകാശാണോ എന്നറിയില്ല. മിക്കവാറും S-400 തന്നെയായിരിക്കും. ഫത്ത വരുമ്പോഴത്തേക്ക് ആകാശ് മിസൈൽ പോരാതെ വരും. ഡ്രോണുകളൊക്കെയാണ് ആകാശ് കൂടുതലും ചെയ്യുന്നത്. മിസൈലുകളും തറക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതെ, ഒരുപക്ഷെ ആകാശം മതിയായിരിക്കും എന്നാൽ പോലും റിസ്ക് എടുക്കാതെ സുദർശൻ ചക്ര S-400 ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അത്തരം മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒന്നും വരുന്നു. ഇതൊക്കെ കുറേ കഴിയുമ്പോഴേ വരത്തുള്ളൂ. ഏതായാലും നമ്മൾ ആദ്യമായി സൂപ്പർ സോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നമ്മൾ വിക്ഷേപിച്ചു എന്നതിൻ്റെ പല അടയാളങ്ങളും വരുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ മുമ്പൊരു ടോക്കി പറഞ്ഞ പോലെ സർഗോദ കിരാന ഹിൽസ് ഉള്ള അവരുടെ അറ്റോമിക് സ്റ്റേഷനുള്ള സ്ഥലത്ത് അണ്ടർഗ്രൗണ്ടിലുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നത്. അത് അറ്റാക്ക് ചെയ്ത് ആണവ കേന്ദ്രങ്ങൾ, ആണവ സ്റ്റോക്ക് പൈൽസ് തകർത്തിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മോസ് അല്ലാതെ മറ്റു ആരുമല്ല. മറ്റതില്ലേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ അങ്ങനെ തകർക്കപ്പെട്ടു. അമേരിക്കയുടെ ന്യൂക്ലിയർ ഓഡിറ്റ് വിമാനവും ശാസ്ത്രജ്ഞന്മാരും പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ട്. അത് കൃത്യമായി ഉറപ്പാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മോസ് തന്നെയാണ്. സർഗോദയിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് പറയുന്നത് ബ്രഹ്മോസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചിരിക്കുന്നത് സുഖോയ് Su-30 MKയിൽ നിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വന്നിട്ടുണ്ട്. നൂർഖാൻ മേഖലയിലാണ് അമേരിക്കയുടെ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് പറന്നതായി ഫ്ലൈറ്റ് റഡാറിൽ കണ്ടിട്ടാണ് ഈ വാർത്തകൾ ലീക്കായി വരുന്നത്. അപ്പോൾ നൂർഖാനിലെ ചാക്ല, അത് എൻ്റെ പ്രത്യേകത ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചാക്ല നമ്മൾ ആക്രമിച്ചു. സുഖോയ് വിമാനത്തിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്തത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചാക്ല എന്ന് പറയുന്ന നൂർഖാനിലുള്ള ചാക്ലയിലെ മിലിറ്ററി ബേസിലാണ് അസിം മുനീർ ഇരിക്കുന്നത്. അസിം മുനീറിൻ്റെ സ്റ്റേഷനായിട്ടുള്ള ആർമി ചീഫ് ഉപയോഗിക്കുന്ന മിലിറ്ററി ഇൻസ്റ്റലേഷൻ നൂർഖാൻ, അതിലേക്ക് വന്ന് വീണത് ബ്രഹ്മോസാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർമി ചീഫ് അസിം മുനീറിനുള്ള മുന്നറിയിപ്പാണ്. നീ ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം, അവിടെ എത്തും മിസൈൽ ബ്രഹ്മോസ്. നമ്മൾ നോക്കണം, അവരുടെ പ്രധാനമന്ത്രിയുടെ വീടിന് 20 കിലോമീറ്റർ ഇപ്പുറത്ത് മിസൈൽ ആക്രമണം നമ്മൾ നടത്തി. പ്രധാനമന്ത്രിക്കുള്ള മുന്നറിയിപ്പാണ്. ഇവിടെ 20 കിലോമീറ്റർ വരെ എത്തിക്കാമെന്നുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്ററോട് അപ്പുറത്തേക്ക് നീട്ടിവെച്ചാൽ 1700 ഏക്കറിലിരിക്കുന്ന ഇയാളുടെ പാലസ് തീർന്നു. അത് ഷഹബാസ് ഷെരീഫ് അറിയണം എന്നുള്ള ഒരു മുന്നറിയിപ്പ്. 2, അസിം മുനീർ, നിൻ്റെ താവളം ഇരിക്കുന്ന നിൻ്റെ മിലിറ്ററി ഇൻസ്റ്റലേഷനായ നൂർഖാൻ ഇരിക്കട്ടെ ഒരു സമ്മാനം, എന്ത് ബ്രഹ്മോസ്, അത് നമ്മൾ കൊടുത്തു. അസിം മുനീറിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്തു. അസിം മുനീറിനെ ടാർഗറ്റ്, മറ്റത് പ്രധാനമന്ത്രിക്ക് ഒരു മുന്നറിയിപ്പാണെങ്കിൽ അസിം മുനീറിനെ ടാർഗറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ആ മിലിറ്ററി ബേസ് തകർന്നുപോയി. നൂർഖാൻ ഇപ്പോൾ ഇല്ല. നൂർഖാൻ തവിടുപൊടിയെ കിടക്കുകയാണ് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പറയുന്നുവെന്ന് സോഷ്യൽ മീഡിയ ഡിഫൻസ് സൈറ്റുകൾ പറയുന്നു. അപ്പോൾ അവിടത്തേക്കുള്ള നൂർഖാനിലെ എയർ സ്ട്രിപ്പ് തകർന്നു. ആ നൂർഖാനിലും ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഉള്ളതാണെന്നാണ് പറയുന്നത്. കാരണം ആർമി തലവൻ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷന് വേണ്ടുന്ന സംവിധാനങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അതെന്തായാലും തകർന്നിട്ടുണ്ട്. നമ്മൾ ഈ റൺവേ എയർ സ്ട്രിപ്പൊക്കെ തകർന്നു പറഞ്ഞാൽ വലിയ ഗർത്തങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് തകർന്നു എന്ന് കരുതണ്ട, ഇത് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ വർഷങ്ങളെടുക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ഇപ്പോൾ എത്ര പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വിമാനം കയ്യിൽ. ഇപ്പോൾ ഇനി അമേരിക്കയുടെ പാകിസ്ഥാന് ചൈന 5th ജനറേഷൻ വിമാനം കൊടുത്താലും അത് ഓടിക്കാൻ സ്ഥലം വേണ്ടേ, റൺവേ വേണ്ടേ. റൺവേ തകർന്നു. ഒരു റൺവേ പുനർനിർമ്മിക്കാൻ 5-6 വർഷം വരെ, മൊത്തം തകർന്നു പോയ 5-6 വർഷം വരെ ഈ റൺവേകൾ പുനർനിർമ്മിക്കാൻ
കൊടുക്കേണ്ടി വരുമെന്ന് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നു. ഈ റൺവേ മാത്രമായിരിക്കും സിഗ്നലിംഗ് സംവിധാനങ്ങൾ നമ്മൾ നാട്ടിൻപുറത്തെ വാർക്കപ്പണിയല്ലോ റൺവേ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ വൻ നാശനഷ്ടം ഉണ്ടായി എന്നാണ് സാറ്റലൈറ്റ് ഇമേജസ് കാണുന്നത് എവിടെ നൂർഖാനിൽ. പിന്നെയുള്ളത് അതിനുശേഷം അസിം മുനീർ റാവൽപിണ്ടി വിട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. റാവൽപിണ്ടി തകർന്നല്ലോ, ഉള്ളിയുടെ മിലിറ്ററി സ്റ്റേഷൻ തകർന്നു കഴിഞ്ഞു. തലേന്ന് ലാഹോറിലെ ഇതിന് തലേദിവസം തന്നെ ലാഹോറിലെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തിരുന്നു. നമ്മുടെ വാർത്തയായിരുന്നു. വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ തകർന്നിരുന്നു. ഷഹബാസ് എയർബേസ് എന്നൊരു എയർബേസ് ഉണ്ട്. അത് ജക്കോബാബാദിലുള്ള ഷഹബാസ് എയർബേസിലേക്ക് ബ്രഹ്മോസ് വീണു എന്നാണ് പറയപ്പെടുന്നത്. അത് കറാച്ചിക്ക് 500 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഷഹബാസ് എയർബേസ്. അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഷഹബാസ് എയർബേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്പർ 5th സ്ക്വാഡ്രൺ എയർഫോഴ്സാണ് അവിടെയുള്ളത്. അതായത് 5ാമത്തെ സ്ക്വാഡ്രൺ പാകിസ്ഥാൻ വ്യോമസേനയുടെ. അതിൻ്റെ പ്രത്യേകത അവരാണ് F-15 ജെറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ F-16 വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഷഹബാസ് എയർബേസ് തകർത്തു എന്ന് പറഞ്ഞാൽ F-16 ഷെഡിലിടാനേ പറ്റുള്ളൂ. ഹാങ്കറുകൾ തകർന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഹാങ്കറുകൾ എന്ന് പറഞ്ഞാൽ വിമാനം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. എല്ലാ വിമാനവും ഇങ്ങനെ ടർബയിൽ ഇട്ടേക്കുന്നത്. ഓടിക്കാത്ത സമയത്ത് ഇത് ഷെഡെന്ന് പറയാം, ഷെഡിൽ കെട്ടിയിടും. ഹാങ്കറുകൾ ചിലതൊക്കെ തകർന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഹാങ്കറുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്ന വിമാനങ്ങൾ F-16 തകർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ നഷ്ടത്തിൻ്റെ കണക്കൊന്നും അങ്ങനെ ഓരോ രാജ്യവും വിളിച്ച് പറയാറില്ല. അത് പതുക്കെ കാലക്രമേണ പുറത്തു വരുത്തിയുള്ളൂ. അപ്പോൾ ഈ ഷഹബാസ് എയർബേസിലും പതിച്ചത് ബ്രഹ്മോസ് മിസൈലാണ്. ഇനിയുള്ളത് ബ്രഹ്മോസ് ഹിറ്റ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളുടെ ഒരു പട്ടിക വന്നിട്ടുണ്ട്. അത് ചാക്ലയ്ക്ക് പുറമെ റാഫിക്കി എന്ന് പറയുന്ന ഒരു സ്ഥലം ഷോർക്കോട്ടിലാണ്. മുരീദ്, ചക്വാളുള്ള മുരീദ് എയർബേസ് ഉണ്ട്. അവിടെയാണ് ഈ പരിശീലനങ്ങൾ നടത്തുന്നത്. മുരീദ് തകർന്നിട്ടുണ്ട്. പിന്നെ റഹിം യാർ ഖാൻ, നമ്മൾ ഇന്നലെ സംസാരിച്ച റഹിം യാർ ഖാൻ എന്ന് പറയുന്ന അവരുടെ ഒരു മിലിറ്ററി ഓഫീസറാണ്. ഇന്ത്യക്കെതിരെയുള്ള 71 യുദ്ധത്തിൽ എന്തോ വലിയ വീരസാഹസികതയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞ് ഈ അവിടുത്തെ ഒരു എയർബേസിന്, മിലിറ്ററി എയർബേസിന് റഹിം യാർ ഖാൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. ആ റഹിം യാർ ഖാൻ എയർബേസ് തകർന്നിട്ടുണ്ട്. അവിടെ വലിയ ഗർത്തങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ചുനിയാർ, കസൂറിലുള്ള ചുനിയാർ തകർന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഉള്ളത് പർസൂറും സിയാൽകോട്ടും. അവിടുത്തെ റഡാർ ഇൻസ്റ്റലേഷൻ തകർത്തിരിക്കുന്നത് ബ്രഹ്മോസ് ആണെന്ന് പറയുന്നു. പിന്നെയുള്ളത് 2-3 സ്ഥലങ്ങളുടെ പേരൂടെ പറയുന്നത് ബ്രഹ്മോസ് വന്ന് വീണത് സ്കാർദു, ബോലാനി, സർഗോദ പറയണം. മറ്റത് ഏത്? ന്യൂക്ലിയർ കേന്ദ്രം എന്താ? അവരുടെ സ്റ്റോക്ക് പൈൽ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിൽ മലകൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശത്ത് സർഗോദയിലും ബ്രഹ്മോസ് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫത്വ 2 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ചതിന് പകരമായിട്ടാണ് നമ്മൾ ബ്രഹ്മോസ് അയച്ചത്. അപ്പോൾ ബ്രഹ്മോസ് 100% ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളെല്ലാം കണ്ടു. പക്ഷേ ഫത്വ ഈ പറഞ്ഞ പോലെ പകുതി വഴിക്ക് യാത്ര അവസാനിപ്പിച്ച് അവന് ഹൂറികളെ തേടി പോകേണ്ടി വന്നു. അപ്പോൾ ഒരു യുദ്ധമേഖലയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ച് വിജയം കാണിച്ചു കൊടുത്തു. ഇനി മാത്രമല്ല ഈ ഫത്വ ബാലിസ്റ്റിക് മിസൈലിനെ നേരത്തെ പറഞ്ഞ പോലെ S-400 തന്നെയാണ് തകർത്തത്. അതിന് പറയുന്നത് ഹരിയാനയിലെ നിർസ, അതായത് ഡൽഹിയിൽ നിന്ന് 125 കിലോമീറ്റർ അപ്പുറത്ത് നിർസയിൽ നമുക്ക് S-400 സുദർശൻ ചക്രയുടെ ഒരു ബാറ്ററി ഉണ്ടെന്ന് പറയുന്നു. അറിയില്ല, ഇതൊക്കെ വളരെ രഹസ്യമാണ്. ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകൾ കടന്നതാണ്. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹരിയാനയിലെ ഡൽഹിയിൽ നിന്ന് 125 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന നിർസ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെ അവിടെ ഉണ്ടായിരുന്ന, ഇത് വേണം മൂവ് ചെയ്യാലോ, ഉണ്ടായിരുന്ന S-400 ആണ് ഈ ഫത്വ 2 മിസൈൽ തകർത്തതെന്നാണ് മറ്റൊരു വിവരം. അപ്പോൾ ഏതായാലും ഈ യുദ്ധം കഴിയുമ്പോൾ ലിമിറ്റഡ് വാറാണെങ്കിൽ പോലും ഇത് കഴിയുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ ഖ്യാതി ഉണ്ടായിരിക്കുന്നു. ബ്രഹ്മോസ് കിടുക്കൻ സാധനമാണെന്ന് കണ്ടു. പിന്നെ ആകാശ് മിസൈൽ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് തെളിഞ്ഞു. പിന്നെ ഇവിടെ പിനാക്ക മിസൈൽ ലോഞ്ചർ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ശേഷി പ്രൂവ് ചെയ്യാൻ ലോക ആയുധ വ്യാപാര വിപണിയിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ വളരെ മികച്ചതാണെന്ന് ബോധ്യമായിരിക്കുന്നു. പിന്നെ ഗോളടിച്ച വേറൊരാൾ പുട്ടിനാണ്. പുട്ടിൻ്റെ S-400 നല്ല ഉഗ്രൻ സാധനമാണ്. അതായത് ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്
3 തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആർക്കുണ്ട്? ഇസ്രായേൽ. ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ആരോ ഉണ്ട്, അയൺ ഡോം ഉണ്ട്. മൂന്ന് തരത്തിലുള്ള പ്രതിരോധ ശേഷിയാണ്. ഈ 3നേക്കാളും മികച്ച. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിൽ ഒരുപാട് മിസൈലുകളും ഡ്രോണുകളും വന്ന് വീഴുന്നുണ്ട്. ബെൻഗൂറിയൻ എയർപോർട്ടിന് നേരെ പോലും കഴിഞ്ഞ ഇടയ്ക്കുണ്ട് അതിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ട് ഹൂത്തികളുടെ ഒരു മിസൈൽ വീണു. അപ്പോൾ അത് മുമ്പൊക്കെ പറയുന്നത് ഒരുപാടെണ്ണം ഒരുമിച്ച് വരുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും, ചിലതൊക്കെ വന്ന് വീഴുന്നതാണ്. ഇവിടെ നമുക്ക് നേരെ 50ഉം 100ഉം ഡ്രോണുകൾ ഒരുമിച്ച് വന്നു. എല്ലാം നമ്മൾ ഒരു പിഴ പോലും പറ്റാതെ നമുക്ക് ആകാശം ഉപയോഗിച്ച് നമ്മൾ വീണു. അപ്പം നമ്മുടെ ആകാശിൻ്റെ ഒരു സാധ്യത ലോകരാജ്യങ്ങൾ കണ്ടു. രണ്ടാമത്തത് ഈ ഫത്വ ഉൾപ്പെടെയുള്ള മിസൈലുകൾ വന്നപ്പോൾ S-400 എല്ലാത്തിനും തകർത്ത് തരിപ്പണമാക്കി. അപ്പം പുട്ടിന് കോളടിച്ചു. പുട്ടിൻ്റെ S-400 ഡിമാൻഡ് കൂടി. പക്ഷേ പുട്ടിന് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇപ്പോൾ കുറവാണ്, ആവശ്യത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യക്ക് തന്നെ ഇനിയും വരാനുണ്ട്. 3-4 ബാറ്ററികൾ വരാൻ കിടക്കും. ബാറ്ററി എന്ന് പറഞ്ഞാൽ മറ്റു ഒരു യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റുകൾ ഇനി വരാൻ. അപ്പം ഉക്രൈൻ വാറിന് ശേഷം കാര്യമായി അവിടെ ഉപയോഗിക്കുന്നു. പിന്നെ പ്രൊഡക്ഷൻ കുറവാണ്. ഏതായാലും നമുക്ക് വൈകാതെ കിട്ടുമായിരിക്കാം. കിട്ടിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. ഇനി അറിയില്ല. പക്ഷേ എന്തായാലും യുദ്ധമുഖത്ത് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അത് വലിയ പരാജയപ്പെട്ടതാരാന്നറിയോ? ചൈനയുടെ JF-17 വീണു. കളിപ്പാട്ടം HQ-9 S-400 ബദൽ എന്ന് പറയാവുന്ന സാധനം HQ-9 $3.5 മില്യൺ കൊടുത്തിട്ടാണ് ചൈന പാകിസ്ഥാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഒറ്റ ഒരു പ്രയോജനവും എല്ലാം അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ സാധനം മുഴുവൻ ഇവൻ വെടിവെക്കുന്നതൊക്കെ തിരിച്ചു വന്ന് കൊള്ളുമായിരുന്നു. അപ്പോൾ ഏതായാലും യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി. നമ്മൾ പകരം വീട്ടി. നമുക്ക് പാകിസ്ഥാനെ ദയനീയമായി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അതുമാത്രമല്ല ലോക ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യൻ ആയുധങ്ങളുടെ ശേഷിയും കരുത്തും തെളിയിക്കാൻ കൂടി കഴിഞ്ഞു. അതിന് നമുക്ക് പാകിസ്ഥാനോട് നന്ദി പറയണം. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ പ്രൂവണാണ്. ഇപ്പോൾ ചൈനയുടെ സാധനവും ഇന്ത്യയുടെ സാധനവും കൂടെ നോക്കുമ്പോൾ ഇന്ത്യൻ സാധനങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച് കൃത്യതയാർന്നതാണ് എന്ന് വ്യക്തമാക്കി ലോകത്തിന് പുതിയൊരു ആയുധ മാർക്കറ്റ് അതിശക്തമായി ഒരു സംശയം കൂടാതെ ആശ്രയിക്കാവുന്ന മാർക്കറ്റായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ബ്രഹ്മോസ് ഇനി വാങ്ങാൻ നമ്മുടെ വാതിക്കൽ ആളുകൾ ക്യൂ നിൽക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.